look into her eyes, I get butterflies. I'm so glad she's with me and not other guys. I like to see another try, but she's my wife. എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി കൊടുത്തേക്കണം. ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രേണു സുധിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ പറയാം, താല്പര്യമുള്ള ആളുകൾ മാത്രം വീഡിയോ കണ്ടാൽ മതി. താല്പര്യമില്ലാത്ത ഒരു ആളുകളും കാണാനായിട്ട് വരണ്ട. പിന്നീട് എനിക്ക് നിങ്ങളുടെ കിടന്ന് ഗുസ്തി കൂടാൻ വയ്യ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രേണു സുധിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കമന്റിൽ വന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ, എന്ത് കഷ്ടമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്, ആ കുട്ടിയെ വിറ്റ് ജീവിക്കണോ, ആ കുട്ടി ഒരു വിധവയായതാണോ കുറ്റം, അതല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അസൂയയാണ് ആ കുട്ടിയോട്, ആ കുട്ടിയെ കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയയാണ്, നിങ്ങൾക്ക് കുശുമ്പാണ്, നിങ്ങൾക്ക് ചപ്പാണ്, ചവറാണ്, ചുക്കാണ്, ചുണ്ണാമ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം അങ്ങ് വരും കേട്ടെന്ന് മെഴുകാനായിട്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇത്തരക്കാരെയൊക്കെ ഇവർ കാശ് കൊടുത്ത് കമന്റ് ഇടാനായിട്ട് വച്ചിരിക്കുന്നതാണോ എന്ന് പോലും തോന്നിപ്പോകും. കാരണം ഒരു വീഡിയോയിൽ വന്നിട്ട് 5ഉം 6ഉം 7ഉം കമന്റൊക്കെ ഒരാൾ തന്നെ ഇങ്ങനെ അടുപ്പിച്ച് ഇട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, ഇവരൊക്കെ കമന്റ് തൊഴിലാളികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അല്ലാതെ ഒരാൾക്ക് ഒരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ആർക്കെങ്കിലും അവരുടെ അഭിപ്രായം കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കമന്റ് ഇടാറുള്ളൂ, അതല്ലെങ്കിൽ ഒന്നുകൂടി, അതിനപ്പുറത്തോട്ട് ആരും ഇടില്ല. ഇതിങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കമന്റ് ഇടൽ തൊഴിലാളി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കമന്റുകൾ തൊഴിലാളികൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ പറയുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അസൂയയാണ് പുള്ളിക്കാരത്തിയോട്. എന്ത് അസൂയ, അതാദ്യം മനസ്സിലാക്കുക. അവരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് അസൂയാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മളെയൊക്കെ ഇപ്പോൾ എൻ്റെയൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാനൊന്നും ഭയങ്കര സുന്ദരിയൊന്നുമല്ല, ഭയങ്കര സൗന്ദര്യമുള്ള ആളുമല്ല. പക്ഷേ എന്നാൽ പോലും എനിക്ക് 10-42 വയസ്സുണ്ട്, 10-20 വയസ്സുള്ള മകളുണ്ട്, 18.5 വയസ്സുള്ള മകനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇത്രയും മുതിർന്ന കുട്ടികളുടെ ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ആവശ്യത്തിന് ഇത്രയൊക്കെ ലുക്കിൻ്റെ ആവശ്യമുള്ളൂ. ഇതിൽ കൂടുതൽ ലുക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അസൂയാണ് കുശുമ്പാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. രേണുവിനോട് എന്ത് കണ്ടിട്ടാണ് നമുക്ക് അസൂയ തോന്നേണ്ടത് എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് പറയുക. ഈ പറയുന്ന പുള്ളിക്കാരത്തിയുടെ തലമുടി പോലും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്, ഒറിജിനൽ അല്ല. അതുപോലെ തന്നെ പറയാനാണെങ്കിൽ കൺപീലികൾ അവർ വരുമ്പോഴത്തേക്ക് അത് ഒട്ടുമിക്ക സെലിബ്രിറ്റികളും ചെയ്യുന്ന ഒരു കാര്യമാണ്. കൺപീലിയൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. ആ തൽക്കാലത്തേക്ക് ഒട്ടിച്ച് വെക്കും, പിന്നീട് എടുത്ത് മാറ്റും. അപ്പോൾ അത്തരത്തിലാണ് അതിൻ്റെ കാര്യമാണെങ്കിൽ. പിന്നെ സ്കിന്നിൻ്റെ കളറാണെങ്കിൽ അത് നല്ല വൃത്തിയായിട്ട് കാശ് ഇറക്കി ആ ഒരു കളർ വെപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതും പൈസ ചിലവാക്കി ഇറക്കി വെച്ചിരിക്കുന്നത് മാത്രമാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാലും അതും ഈ പുള്ളിക്കാരത്തി എന്തോ സ്പോഞ്ചോ പാഡോ ഒക്കെ എടുത്ത് വെച്ചിട്ട് തള്ളി വെച്ചിരിക്കുന്നതാണ്. അത് ഒരു സംഭവമാണെങ്കിൽ അവരിങ്ങനെ തള്ളി വെച്ചിരിക്കുന്നതാണ് വെറുതെ. അത് കാണുന്ന എല്ലാ കണ്ണുപൊട്ടനും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇവരുടെ പണ്ടത്തെ വീഡിയോകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വച്ച് കിട്ടും അല്ലാത്തതുമായിട്ടുള്ള കാര്യമാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ആരും വന്ന് ചിലക്കേണ്ട ആവശ്യമില്ല. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കുശുമ്പാണ്, അസൂയ. പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരോട് എന്ത് കണ്ടിട്ടാണ് ഇവരോട് നമുക്ക് അസൂയയായിട്ട് തോന്നേണ്ട കാര്യം എന്ന് വെച്ചാൽ റീൽസ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന കോപ്രായങ്ങൾ. ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ഒരു കോപ്രായം കാണാനായിട്ടില്ല. പിന്നീടെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ വിദേശത്തൊക്കെ അവർ പോകുന്നു, വിദേശത്തൊക്കെ പോയി ഉദ്ഘാടനം ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, വളരെ നല്ല കാര്യം തന്നെയാണ്. സ്ത്രീകൾ അങ്ങനെ ഉയർന്നു വരട്ടെ, അങ്ങനെ ഉയർന്നു വരുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. പക്ഷേ അപ്പോഴും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകൾ ഉയർന്നു പോകുന്നു എന്ന് കരുതിയിട്ട് തുണിയുടെ അളവ് കുറയരുത്. അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. പോരെങ്കിൽ എന്ന് പറഞ്ഞാൽ 10, 22, 23 വയസ്സായ ഒരു മകനുള്ള ഒരു സ്ത്രീ, അവർ പ്രസവിച്ചത് അല്ലെങ്കിൽ പോലും എൻ്റെ മകനാണ് എന്നിങ്ങനെ നിരന്തരം അവകാശപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഇവർ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന പുള്ളിക്കാരന് കോളേജിലും അവൻ പഠിക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഈ പറയുന്ന പയ്യന് നാണക്കേടല്ലേ ഈ ഒരു സ്ത്രീ സ്വന്തം മകൻ്റെ കുട്ടി നിക്കറും പറക്കി ഇട്ടുകൊണ്ട് നടക്കുന്നു എന്നേ പലർക്കും കണ്ടാൽ തോന്നത്തുള്ളൂ. കാരണം പല വീഡിയോകളുടെയും അടിയിൽ അത്തരത്തിലുള്ള കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഋതപ്പൻ്റെ നിക്കറും വാരിയിട്ടുകൊണ്ട് നടക്കുന്നു എന്ന്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അത് വളരെ മോശമായി പോയി. പണം കൂടും തോറും വസ്ത്രത്തിന്റെ അളവ് കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. കൂടുതലും ഇത്തരത്തിൽ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെയാണ്. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊന്നും കാണാനായിട്ട് ആരുമില്ല. ജസ്റ്റ് ഒരു മനുഷ്യൻ വരുന്നു, അവർ ഒരു വാഹനത്തിൽ കയറി ഇന്ന സ്ഥലത്ത് പോകുന്നു, ഷോപ്പിങ്ങിനാണെങ്കിൽ അങ്ങനെ, മറ്റെന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ അങ്ങനെ, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമില്ല. അതുകൊണ്ട് തന്നെ വസ്ത്രം കുറഞ്ഞിരുന്നാലും ആരും അങ്ങനെ കാണാൻ പോകുന്നില്ല. ഇപ്പോൾ മുക്കിനും മൂലയിലും അത്രയും സോഷ്യൽ മീഡിയയുടെ പരിപാടിയാണ്. പ്രത്യേകിച്ച് ഈ രേണുസുതി പോകുന്ന ആ സ്ഥലങ്ങളിലെല്ലാം എച്ചിൽ കിടക്കുന്നിടത്ത് കാക്ക പറ്റുന്നത് പോലെയാണ്. ഈ പറയുന്ന പുള്ളിക്കാരത്തിയുടെ പുറകെ മുഴുവനും ക്യാമറകളുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി എന്ത് കാണിച്ചാലും, എന്ത് കോപ്രായങ്ങൾ കാണിച്ചാലും അത് എല്ലാം ക്യാമറ ഒപ്പിയെടുക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ ആ ഒരു കാര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാനിത് പറയുമ്പോൾ പലരും ചോദിക്കും, നിങ്ങൾ അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളിപ്പോൾ രേണുസുതിയുടെ കാര്യം പറഞ്ഞിട്ട് റീച്ച് ആവാൻ വേണ്ടിയിട്ട് നോക്കുന്നത് പുള്ളിക്കാരത്തിയുടെ കാര്യം പറയുന്ന സമയത്ത്
നിങ്ങൾക്ക് പുള്ളിക്കാരത്തിയുടെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യൂസ് കൂടും, അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ പറയുന്ന പുള്ളിക്കാരത്തി എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അതായത് എച്ചിലുള്ളിടത്ത് കാക്ക പറ്റും എന്ന് പറഞ്ഞ ആ ഒരു പ്രയോഗം നിങ്ങൾക്കും ചേരും എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്നത് ഇതൊരു റിയാക്ഷൻ വീഡിയോയുടെ ചാനലാണ്. അപ്പോൾ ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, ട്രോൾ വീഡിയോകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ സമൂഹത്തിൽ കാണുന്ന നല്ലത് കെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യും. നല്ല കാര്യങ്ങളെ പലപ്പോഴും എടുത്തിട്ട് നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്, മോശം കാര്യങ്ങളെയും നമ്മൾ എടുത്തിട്ട് പ്രതികരിക്കാറുണ്ട്. അപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഹിജാബിന്റെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് അത് നന്നായിട്ട് നമ്മൾ റിയാക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമവും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറേ അമ്മച്ചിമാർ കാണിക്കുന്ന മുതുകൂത്താട്ടങ്ങൾ, അപ്പോൾ അതിന് നേരെയും നമ്മൾ പ്രതികരിച്ചപ്പോൾ അതിലും വലുതായിട്ടൊന്നും ആളുകൾക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടെന്ന് പറഞ്ഞാൽ മറ്റൊരു ബോളിവുഡ് ആക്ട്രസിൻ്റെ അവരുടെ ആ ഒരു വസ്ത്രധാരണം വെച്ചിട്ട് അതെടുത്ത് വീഡിയോ ചെയ്തപ്പോഴും ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുപോലെ അങ്ങനെ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും കണ്ടപ്പോൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഈ പറയുന്ന രേണു സുധി കാണിക്കുന്ന ഗോഷ്ഠിയെ പറ്റിയോ അവരുടെ വസ്ത്രത്തിൻ്റെ അളവ് കുറഞ്ഞതിനെ പറ്റിയോ മറ്റുള്ളവർ പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ കുറേ പാവാട വള്ളികൾ വരും, ഇങ്ങോട്ടേക്ക് പാഞ്ഞ് പറിച്ച് വരും. ഈ പറയുന്ന നമ്മുടെ കമൻറ്റ് തൊഴിലാളികൾ വരും. അപ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ രേണുവിനെ വെച്ച് നമ്മൾ വ്യൂസ് ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ടായിരുന്നെങ്കിൽ പിന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റിയാനേ. ഇപ്പോൾ രേണു സുധി എന്ന് പറഞ്ഞാലൊന്നും വലിയ വ്യൂസ് ഒന്നും ഇല്ലാന്നേ. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ചാനലുകളെന്ന് പറഞ്ഞാൽ രേണു സുധി എന്ന് പറഞ്ഞ് അത്ര ഭയങ്കര ഇതിലൊന്നും വരുന്നില്ല. ഈ പറയുന്ന രേണു സുധിയെ പറ്റി നിരന്തരം വീഡിയോ ഇടുന്ന ആളുകളുടെ ചാനലിൽ പോയി നിങ്ങളൊന്ന് നോക്കൂ. അവരുടെ ചാനലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മറ്റ് വീഡിയോകൾക്ക് ഒരുപാട് വ്യൂസ് വരുന്നുണ്ട്, പക്ഷേ ഈ പറയുന്ന രേണു സുധിയെ പറ്റി പറയുന്നതിനൊന്നും വലിയ വ്യൂസ് ഒന്നും ഇല്ല. അതാണ് വാസ്തവം. ഈ പറയുന്ന പുള്ളിക്കാരത്തി ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്ന സമയം വരെയും രേണു സുധി എന്നുള്ള ഒരു ഹാഷ്ടാഗ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ ഒരു വീഡിയോ നന്നായിട്ട് അത്യാവശ്യം ഓടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ രേണു സുധിയുടെ ആ ഒരു ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ പുള്ളിക്കാരത്തിയൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നിങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് അതും ഇതും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ രേണു സുധി വിധവയാണ് എന്ന് പറഞ്ഞിട്ട്, രേണു സുധി മാത്രമല്ല ഈ ലോകത്തുള്ള ആദ്യത്തെ വിധവ എന്ന് പറയുന്നത്. അത് എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു നല്ല വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തി എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ എന്ന് പറയില്ല. നല്ല രീതിയിൽ മാന്യമായ രീതി വസ്ത്രം ധരിച്ച് നന്നായിട്ട് ജീവിച്ച് പോട്ടെ എന്നേ നിങ്ങൾ ചിന്തിക്കത്തുള്ളൂ. നിങ്ങളുടെയൊക്കെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഭർത്താവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചിന്തിക്കുമോ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച് പോകാമെന്ന് ചിന്തിക്കുമോ? അന്തസ്സുള്ള ആരും അങ്ങനെ ചിന്തിക്കത്തില്ല. എന്നാൽ റീൽസ് ഇടുന്നതൊന്നും അത്ര വലിയ മോശം കാര്യമാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇവർ കാണിക്കുന്ന ചില നേരത്തെ അരോചകമായിട്ടുള്ള ഇവരുടെ പ്രവൃത്തികൾ, അതൊക്കെ നമ്മൾ എടുത്തിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവരുടെ ഈ ഒരു വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പലരും എന്നാൽ കമന്റ് കിടക്കുന്നത് ഞാൻ കണ്ടതാണ്, നയൻതാര വസ്ത്രം കുറയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നമില്ലേ, രേണു വിധവയായതുകൊണ്ടാണോ വസ്ത്രം കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നയൻതാര എവിടെ ഇരിക്കുന്നു, രേണുസുധി എവിടെ ഇരിക്കുന്നു, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നയൻതാരയും രേണുസുധിയും തമ്മിൽ കമ്പയർ ചെയ്ത് പറയാൻ നിങ്ങൾക്ക് നാണമാവുന്നില്ലേ എന്നാണ് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ജനങ്ങൾ ഒരുപാട് നെഞ്ചിലേറ്റിയതായിരുന്നു ഒരു സമയത്ത്. എന്നാൽ ചോദിക്കുക, ഇപ്പോൾ അതിൻ്റെ പക്വത കൂടുതലും കുറഞ്ഞിട്ടുണ്ട്. നെഞ്ചിൽ നിന്നൊക്കെ എടുത്ത് താഴെ എറിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ. പിന്നെ കുറച്ച് പാവാട വള്ളികളാണ് ഇപ്പോൾ, അവരെ കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ള ആളുകളാണ് ഇപ്പോൾ അവരെ ചുറ്റിപ്പറ്റിയിരിക്കുന്നത്. അല്ലാതെയുള്ള നാച്ചുറലായിട്ട് വന്നിട്ടുള്ള പല ആളുകളും അവരെ ഇട്ടിട്ട് പോയി. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന രേണു സുധിയെ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ ഹൃദയത്തിൽ കൊണ്ടു കിടന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് അവരെ, അതിലൊന്നും ഒരു തർക്കമില്ല. അപ്പോൾ ആ ഒരു പുള്ളിക്കാരത്തിയെ പറ്റിയിട്ട് ആ ഒരു പുള്ളിക്കാരത്തി സാധാരണ രീതിയിലും വളരെ മോശമായ രീതിയിൽ ഇപ്പോൾ പൊക്കിൽ കൊടിയൊക്കെ കാണിച്ചിട്ടും മരക്കെട്ടൊക്കെ കാണിച്ചിട്ടും ബ്രസ്റ്റിൻ്റെ കുറച്ചൊക്കെ ഇങ്ങോട്ട് താത്ത് വെച്ചിട്ടുള്ള ഡ്രസ്സ് ഇട്ടും അപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ച് കുറച്ച് ഹോട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് ഈ പറയുന്നത് പോലെ കുട്ടി നിക്കർ, ഋതപ്പന് പോലും എത്താത്ത തരത്തിലുള്ള നിക്കറൊക്കെ എടുത്തിട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്ന സമയത്തിന് അതിൻ്റെ വീഡിയോകളൊക്കെ കാണുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഇഷ്ടമല്ലാതെ വരും. അതേസമയം നയൻതാര എന്ന് പറയുന്ന വ്യക്തി അവർ ഒരു സിനിമയിൽ അഭിനയിച്ചു, അതിനുശേഷം അവർ മറ്റ് പല ഭാഷകളിലും അഭിനയിച്ചു. അന്ന് തൊട്ടേ ഈ പറയുന്ന പുള്ളിക്കാരത്തി ഈ പറയുന്നത് പോലുള്ള ഗ്ലാമറസ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്ന രേണു സുധിയെയും നയൻതാരയും തമ്മിൽ കമ്പയർ ചെയ്ത് പറയുന്ന ആളുകൾക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നീടെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ട് കൊടുക്കുമോ ചിലവിന് എന്ന് ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലും ഉണ്ട് കുട്ടികളൊക്കെ, നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ തന്നെയാണ് ചിലവിന് കൊടുക്കുന്നത്, അല്ലാതെ നാട്ടുകാരുമല്ല. കാരണം നമ്മുടെ മക്കളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് നമ്മളാണ്. അപ്പോൾ നമ്മളുണ്ടാക്കിയ മക്കൾക്ക് നാട്ടുകാരല്ല ചിലവിന് കൊടുക്കേണ്ടത്, അവർക്ക് ചിലവിന് കൊടുക്കാനുള്ള ബാധ്യതയും നമുക്ക് തന്നെയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പിന്നീടെന്ന് വെച്ചാൽ ഇവർ പാപ്ലോൺ എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് ഈ പറയുന്നതൊക്കെ ഏഴിമല പൂഞ്ചോല എന്ന് പറയുന്ന ഡാൻസ് കളിച്ച സമയത്തിന് ഇങ്ങനെ പൊക്കിലൊക്കെ താത്ത് വെച്ചിട്ടൊക്കെ കളിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്ക് ഇഷ്ടമല്ലാതെ വന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ജനങ്ങൾ പ്രതികരിക്കുന്നവരുടെ അണ്ണാക്കിൽ കോലും കൊണ്ടിട്ട് കുത്താൻ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ
പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നിങ്ങളൊക്കെ എന്തിനാണ് അവരുടെ പിന്നാലെ പോകുന്നത്, അവരുടെ പച്ച ഇറച്ചി തിന്നല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ആണിത്. ഈ സോഷ്യൽ മീഡിയയിൽ ഓരോന്നും കൊണ്ടുവന്ന് ഇടുമ്പോൾ മറ്റുള്ള ജനങ്ങൾ പ്രതികരിക്കും. അപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള കണക്ക് അവർ പ്രൊമോഷൻ വീഡിയോകൾ ചെയ്തോട്ടെ, അവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവർ ഏത് തരത്തിൽ വേണമെങ്കിലും വസ്ത്രം ധരിച്ചോട്ടെ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടരുത്. ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കും. അപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരും പ്രതികരിക്കില്ല. അത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പുള്ളിക്കാരത്തിക്ക് വേണ്ടിയിട്ട് വന്നു കിടന്ന് ഘോരം പ്രസംഗിച്ച് കിടന്ന് തെറി വിളിക്കുന്ന ആളുകൾ ഇതൊന്ന് ഓർത്താൽ കൊള്ളാം. ഈ പുള്ളിക്കാരത്തിയോട് അസൂയയാണോ എന്ന് ചോദിക്കുന്ന ആളുകളോട് നേരത്തെ പറഞ്ഞ സംഭവങ്ങളാണ് പറയാനായിട്ടുള്ളത്. നമ്മുടെയൊക്കെ ശരീരത്തുള്ള സാധനങ്ങളെല്ലാം ഒറിജിനൽ തന്നെയാണ്, ഒന്നും വച്ച് കെട്ടി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം വച്ച് കെട്ടി വെച്ചിട്ട് മുന്നിൽ വന്ന് നിന്ന് ജാട കാണിക്കുന്ന ആളുകളോട് അസൂയപ്പെടേണ്ട കാര്യമില്ല. ഒരുപക്ഷെ അസൂയ നിങ്ങൾക്കൊക്കെ ആയിരിക്കും. കാരണം പുള്ളിക്കാരത്തി വച്ച് കെട്ടി കിടക്കുന്ന കണക്ക് നിങ്ങൾക്കൊക്കെ എക്സ്ട്രാ വച്ച് കെട്ടി നടക്കാനൊക്കെ ആഗ്രഹം തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് സാധിക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ഞങ്ങൾ അവരെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വന്ന് നമ്മളെ തെറി വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ തെറി വിളിക്കുന്ന അലവലാദികളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ നോക്കാനും പോകുന്നില്ല, കാണാനും പോകുന്നില്ല. പിന്നെ കൂടുതലായി കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യും. പിന്നെ ഞാനിടുന്ന വീഡിയോയിലൊന്നും നിങ്ങൾക്ക് പരിസരത്ത് എത്തിപ്പോലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.